ഹായ് എവരി വൺ, വെൽക്കം ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാ മത്സര പരീക്ഷകളുടെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസേഴ്സ് ആണ് ഈ ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇത് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഓരോരുത്തരുടെയും യോഗ്യതയ്ക്കനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ വേർതിരിച്ച് കണ്ടെത്താൻ ചാനലിലെ പ്ലേലിസ്റ്റ് പരിശോധിക്കുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭ്യമാകാൻ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോയിൽ കേരള PSC 26/9/2023 നടത്തിയ LGS സെക്യൂരിറ്റി ഗാർഡ്, വാച്ച്മാൻ എന്നീ പരീക്ഷകൾക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫൈനൽ ആൻസർ കീയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു, 3 വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു, 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, 3 മാത്രമാണ് ശരിയായ പ്രസ്താവന. ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? നിയമലംഘന പ്രസ്ഥാനമായിരുന്നു, ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെയായിരുന്നു, കർഷക സമരമായിരുന്നു, ഗാന്ധിജിയുടെ നേതൃത്വത്തിലായിരുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, 4 മാത്രമാണ് തെറ്റായ പ്രസ്താവന. റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരെല്ലാം? സത്യപാൽ മല്ലിക്, മംഗൽ പാണ്ഡെ, വെല്ലിംഗ്ടൺ പ്രഭു, സൈഫുദ്ദീൻ കിച്ലു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, 1ഉം 4ഉമാണ് റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ. സത്യപാൽ മാലിക്കും സൈഫുദ്ദീൻ കിച്ലുവുമാണ് റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ. പിൻതീയതി വെച്ച ചെക്ക് എന്ന വിശേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്: ഗാന്ധിജി ക്രിപ്സ് മിഷൻ, ഗാന്ധിജി ക്യാബിനറ്റ് മിഷൻ, ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ, ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്, ഗാന്ധിജി ക്രിപ്സ് മിഷൻ. 1857 ബ്രിട്ടീഷ് വിരുദ്ധ കലാപകാലത്ത് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തവർ ആരെല്ലാം? നാനാ സാഹിബ്, ഝാൻസി റാണി, ജനറൽ ഫഖ്ത് ഖാൻ, ബഹദൂർ ഷാ രണ്ടാമൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ജനറൽ ഫഖ്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനുമാണ് 1857 കലാപത്തിന് ഡൽഹിയിൽ നേതൃത്വം കൊടുത്തവർ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ? കറക്റ്റ് ആൻസർ ഡൽഹി. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത ആരാണ്? കറക്റ്റ് ആൻസർ ദാക്ഷായണി വേലായുധൻ. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏത്? കറക്റ്റ് ആൻസർ മൗലിക അവകാശങ്ങൾ. യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന വിഭാഗം ഏത്? ഓപ്ഷൻസ്: വിദ്യാഭ്യാസം, ജലസേചനം, ആരോഗ്യം, റെയിൽവേ. കറക്റ്റ് ആൻസർ റെയിൽവേ. വിവരാവകാശത്തിൻ്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി ആരാണ്? കറക്റ്റ് ആൻസർ PB സാവന്ത്. വൈകുണ്ഠസ്വാമിയുടെ രചന ഏതാണ്? ഓപ്ഷൻസ്: ദർശനമാല, നവമഞ്ജരി, ആദിഭാഷ, അരുൾനൂൽ. കറക്റ്റ് ആൻസർ അരുൾനൂൽ. വേലുത്തമ്പിയുമായി ചേരാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻസ്: തിരുവിതാംകൂറിലെ ദളവയായിരുന്നു, മാത്യു തരകനെ സംരക്ഷിച്ചു, മെക്കാളയുമായി ശത്രുതയിലായിരുന്നു. കറക്റ്റ് ആൻസർ മാത്യു തരകനെ സംരക്ഷിച്ചു എന്നതാണ് വേലുത്തമ്പിയുമായി ചേരാത്ത പ്രസ്താവന. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചത് ഏത് പേരിൽ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, 2 മാത്രം, ബ്രഹ്മസം, ദേവസം, ദാനം, പണ്ടാരവക. ആത്മവിദ്യാസംഘം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആര്? കറക്റ്റ് ആൻസർ വാഗ്ഭടാനന്ദൻ. മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏവ? ഓപ്ഷൻസ്: ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ്. കാനിങ് പ്രഭുവിൻ്റെ തീരുമാനം അനുസരിച്ച്. മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിൻ്റെ തോൽവിയെ തുടർന്ന്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള നദി ഏത്? കറക്റ്റ് ആൻസർ പെരിയാർ. 2022 ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഖത്തർ. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യ ഏത് വിധത്തിലുള്ള സമ്പദ് വ്യവസ്ഥിതിയാണ് സ്വീകരിച്ചത്? കറക്റ്റ് ആൻസർ മിശ്ര സമ്പദ് വ്യവസ്ഥിതി.
ഏത് സംവിധാനത്തിന് പകരമായാണ് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്? ആസൂത്രണ കമ്മീഷൻ. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ ശില്പി ആരാണ്? പ്രശാന്ത ചന്ദ്ര മഹലനോബിസ്. ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കിയത്? ഹരിത വിപ്ലവം. 1962 ഇൻഡോ ചൈന യുദ്ധത്തിൻ്റെ രാഷ്ട്രീയ കാരണം എന്ത്? ദലൈലാമയ്ക്ക് അഭയം നൽകിയത്. ഇന്ത്യ ഇപ്പോൾ എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം 2015 പഞ്ചവത്സര പദ്ധതികൾ അവസാനിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 24ാമത് ഗവർണറായി 2016 സ്ഥാനമേറ്റത് ആരാണ്? കറക്റ്റ് ആൻസർ ഊർജിത് ആർ പട്ടേൽ. ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ അടിസ്ഥാനമാക്കി മെയ് ജൂൺ മാസങ്ങളിൽ കാണുന്ന കാലാവസ്ഥ ഏതാണ്? കറക്റ്റ് ആൻസർ ഗ്രീഷ്മകാലം. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായി തിരിക്കാം? 3. ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695. ഉഷ്ണമേഖല വരണ്ട ഇലകൊഴിയും കാടുകൾ കേരളത്തിൽ കാണപ്പെടുന്നതെവിടെ? കറക്റ്റ് ആൻസർ മറയൂർ. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള ജില്ല ഏതാണ്? ഇടുക്കി. ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്? ബാമർ. കേരളത്തിൽ ഏറ്റവുമധികം വിളവൈവിധ്യമുള്ള പ്രദേശം ഏതാണ്? കറക്റ്റ് ആൻസർ ഇടനാട്. കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി ഏതാണ്? പീച്ചി. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏത്? കണ്ണൂർ. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം ഏതാണ്? ആലട്ടി ചുരം. ഇന്ത്യയിലെ ആദ്യത്തേതും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ സൈക്കിൾ ഹൈവേ താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിലാണ് തുറന്നുകൊടുത്തത്? ഓപ്ഷൻസ്: പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, ബീഹാർ. കറക്റ്റ് ആൻസർ ഉത്തർപ്രദേശ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണ്? വാർട്ടൺ ഗർത്തം. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ നീളം കുറഞ്ഞ നദി ഏത്? പാമ്പാർ. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം ഏത്? സെറസ്. ഇന്ത്യയിൽ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി ആര്? PT ഉഷ. സുന്ദരവനം എന്ന പേര് ലഭിക്കാൻ കാരണമായ കണ്ടൽ ചെടി ഏത്? സുന്ദരി കണ്ടൽ. കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല? പാലക്കാട്. ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി ഏതാണ്? സർവേ ഓഫ് ഇന്ത്യ. ദേശീയ സരസ് മേളയ്ക്ക് കേരളത്തിൽ ആതിഥ്യമരുളിയ ആദ്യ ജില്ല ഏതാണ്? കോട്ടയം. ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പുനരുദ്ധാരണത്തിനു വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനം? ആര്യസമാജം. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി? ജവഹർലാൽ നെഹ്റു. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങൾ? മതേതരത്വം, സ്ഥിതി സമത്വം. മൈക്കലാഞ്ചലോയുടെ ലാ പിയാത്തെ എന്ന പ്രശസ്ത ശില്പത്തിൻ്റെ മലയാളാർത്ഥം? കരുണ. സ്വർണജയന്തി ഷഹാരി റോസ്ഗർ യോജനയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ A. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനിലെ പുതിയ അംഗം ആര്? അരുൺ ഗോയൽ. ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ 2022 ആപ്തവാക്യം? ഓരോ കുട്ടിയെയും ഉൾപ്പെടുത്തൽ. 2022 ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങൾക്ക് ഉപയോഗിച്ച ഫുട്ബോളിന് നൽകിയിട്ടുള്ള പേര്? അൽ റിഹ്ല. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യ വോട്ട് രേഖപ്പെടുത്തുകയും കഴിഞ്ഞ ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൻ്റെ 34ാമത് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്ത വ്യക്തി? കറക്റ്റ് ആൻസർ ശ്യാം ശരൺ നെഗി. മനുഷ്യനിൽ ആഹാരവസ്തുക്കൾ കടിച്ചുകീറാൻ സഹായിക്കുന്ന പല്ലുകൾ ഏതാണ്? കോമ്പല്ല്. പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് പ്രോട്ടീനിൻ്റെ ധർമ്മം.
ശരീരനിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ. ധാന്യങ്ങളിൽ പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 2ഉം 4ഉമാണ് ശരിയായ പ്രസ്താവനകൾ. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നന്നായി വളരുന്ന വിത്തിനമാണ് പ്രിയങ്ക. ഇത് ഏത് വിളയുടെ വിത്താണ്? കറക്റ്റ് ആൻസർ പാവൽ. വരയാടുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ദേശീയോദ്യാനം ഏതാണ്? കറക്റ്റ് ആൻസർ ഇരവികുളം. ഒരു ഭക്ഷ്യശൃംഖലയിലെ അവസാന കണ്ണി മാംസഭോജിയാണെങ്കിൽ ആദ്യത്തെ കണ്ണി ഏതാണ്? കറക്റ്റ് ആൻസർ ഹരിതസസ്യങ്ങൾ. 2021 പരിസ്ഥിതി ദിന സന്ദേശം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ. സാർസ് രോഗം മുഖ്യമായും ബാധിക്കുന്ന അവയവം ഏത്? ശ്വാസകോശം. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷമർദ്ദം അളന്ന ശാസ്ത്രജ്ഞനാണ് ടോറിസെല്ലി. ഭക്ഷ്യവസ്തുക്കൾ ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? കറക്റ്റ് ആൻസർ സോഡിയം ബെൻസോയേറ്റ്. സോഡാക്കുപ്പി തുറക്കുമ്പോൾ വാതക കുമിളകൾ ഉയർന്നു വരുന്നു. ജലത്തിൽ ലയിച്ചു ചേർന്ന ഏത് വാതകമാണ് കുമിളകളായി പുറത്തുവരുന്നത്? കറക്റ്റ് ആൻസർ കാർബൺ ഡൈ ഓക്സൈഡ്. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ പറയുന്ന പേരാണ്? കറക്റ്റ് ആൻസർ കമ്പനം. രസതന്ത്രത്തിൽ 2020 നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞനാണ് ഇമ്മാനുവേൽ ഷാർപെൻറ്റിയെ. മ്യൂക്കോർമൈക്കോസിസ് എന്ന രോഗം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ആൻസർ ബ്ലാക്ക് ഫംഗസ്. കോവിഡ്-19 ഉപയോഗിക്കുന്ന വാക്സിൻ ഏത്? ഓപ്ഷൻസ് BCG, കോവാക്സിൻ, OPV, MMR. കറക്റ്റ് ആൻസർ കോവാക്സിൻ. എംഫിസീമ ബാധിക്കുന്ന അവയവം? ശ്വാസകോശം. ശരീരനിർമ്മിതിക്കാവശ്യമായ ആഹാരഘടകം? പ്രോട്ടീൻ. ഈച്ച പരത്തുന്ന ഒരു രോഗം? ഓപ്ഷൻസ് മന്ത്, കോളറ, മലമ്പനി, ന്യൂമോണിയ. കറക്റ്റ് ആൻസർ കോളറ. ഇൻസുലിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം? കറക്റ്റ് ആൻസർ പ്രമേഹം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള ഗവൺമെൻറ് പദ്ധതി? താലോലം. ജീവകം A അടങ്ങിയ ആഹാര പദാർത്ഥം ഏതാണ്? ഓപ്ഷൻസ് പാൽ, മുട്ട, ചീര, മാംസം. കറക്റ്റ് ആൻസർ ചീര. മന്തു പരത്തുന്ന ജീവി ഏതാണ്? കൊതുക്, ഈച്ച, വവ്വാൽ, എലി. മന്തു പരത്തുന്ന ജീവി കൊതുക്. രോഗപ്രതിരോധ ശേഷി ഗണ്യമായി കുറഞ്ഞ ഏതു രോഗാണുവിനും പ്രവർത്തിക്കുവാനുള്ള അവസ്ഥ സംജാതമാകുന്ന രോഗം? എയ്ഡ്സ്. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി O ഗ്രൂപ്പ്. കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി? മെഡിസെപ്പ്. ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം? സ്കർവി. ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകുന്ന മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ടെലി ഹെൽത്ത് ഹെൽപ്പ് ലൈൻ? ദിശ. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിത ബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതി? സ്നേഹസാന്ത്വനം. x/2 + 8 = -10 ആയാൽ എക്സിൻ്റെ വില എത്രയാണ്? കറക്റ്റ് ആൻസർ -36. ഒരു സംഖ്യയുടെ 5/3 ഭാഗത്തിൻ്റെ 60% എന്നത് 36 ആയാൽ സംഖ്യ ഏത്? കറക്റ്റ് ആൻസർ 100. രണ്ട് സംഖ്യകളുടെ ഉസാഗ 11ഉം അവയുടെ ലസാഗു 693 ആണ്. അവയിൽ ഒരു സംഖ്യ 77 ആയാൽ മറ്റേ സംഖ്യ ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 99. 2.5 ഭാഗം 0.0005 എത്രയാണ്? കറക്റ്റ് ആൻസർ 5000. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ത്? കറക്റ്റ് ആൻസർ 5.5. a + b = 5, ab = 2 ആയാൽ a² + b² വില എന്ത്? കറക്റ്റ് ആൻസർ 21. √28,900 കറക്റ്റ് ആൻസർ 170. അരുൺ 240 മീറ്റർ 24 സെക്കൻഡിൽ ഓടിയെത്തി എങ്കിൽ അരുണിൻ്റെ വേഗത മീറ്റർ പെർ സെക്കൻഡിൽ എത്ര? കറക്റ്റ് ആൻസർ 10.
വിറ്റ വില 40 രൂപ 60 പൈസ. ലാഭശതമാനം 16 ആയാൽ വാങ്ങിയ വില എന്ത്? കറക്റ്റ് ആൻസർ 35. ക്വസ്റ്റ്യൻ നമ്പർ 90 PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റു ഈസിക്കൽ ടു മൈനസ്, മൈനസ് ഈസിക്കൽ ടു ഇൻറ്റു, പ്ലസ് ഈസിക്കൽ ടു ഡിവിഷൻ, ഡിവിഷൻ ഈസിക്കൽ ടു പ്ലസ് ആയാൽ 13 മൈനസ് 12 ഭാഗം 400 പ്ലസ് 20 ഇൻറ്റു 100 ഈസിക്കൽ ടു എത്ര? കറക്റ്റ് ആൻസർ 76. 2, 11, 47, 191, 767 ഡാഷ്. അടുത്ത സംഖ്യ 3071. ക്വസ്റ്റ്യൻ നമ്പർ 93 PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പെൺകുട്ടികളുടെ ഒരു വരിയിൽ ശാന്തി ഇടത്തുനിന്ന് 11-മതും ശാലിനി വലത്തുനിന്ന് 7-മതും ആണ്. അവർ പരസ്പരം നിൽക്കുന്ന സ്ഥലം മാറിയാൽ ശാന്തി ഇടത്തുനിന്ന് 15-മത് ആകും. എങ്കിൽ ആ വരിയിൽ ആകെ എത്ര കുട്ടികൾ ഉണ്ട്? കറക്റ്റ് ആൻസർ 21. 95-മത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ നമ്പർ എ. വിശപ്പ് ഭക്ഷണത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു എങ്കിൽ ദാഹം എന്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ആൻസർ വെള്ളം. ഒറ്റയാനെ കണ്ടെത്തുക. വ്യാഴം, ആകാശം, നക്ഷത്രം, ചന്ദ്രൻ. കറക്റ്റ് ആൻസർ ആകാശം. 15 വർഷം കഴിയുമ്പോൾ രാജീവിൻ്റെ വയസ്സ് അവൻ്റെ 5 വർഷം മുമ്പിലത്തെ വയസ്സിൻ്റെ 5 മടങ്ങാവും. എങ്കിൽ രാജീവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? 10. 99-മത്തെ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ബഷീർ അവൻ്റെ വീട്ടിൽ നിന്നും 40 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് നിന്നു. വീണ്ടും ഇടത്ത് തിരിഞ്ഞ് 30 കിലോമീറ്റർ കൂടി നടന്നാൽ അവൻ ഇപ്പോൾ വീട്ടിൽ നിന്നും എത്ര അകലെയാണ്? കറക്റ്റ് ആൻസർ 50 കിലോമീറ്റർ. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഈസ് ഓൾ ഫോർ ടുഡേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.